നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ എൻ.കെ. അക്ബർ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ് ലൈറ്റ് വെളിച്ചെണ്ണപ്പടി സെന്ററിൽ എൻ.കെ. അക്ബർ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷയായി. വാർഡ് മെമ്പർ മുഹമ്മദ് മാസ്റ്റർ, മെമ്പർ റാഹില വഹാബ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഡിവിഷൻ പ്രസിഡന്റ് ഉമ്മർ മനാഫ്, P.A. ഹസീബ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇരിങ്ങപ്പുറം പള്ളത്ത് വീട്ടിൽ വേണുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകലാട് ലോറിക്ക് പുറകിൽ പോലീസ് ജീപ്പ് ഇടിച്ച് അപകടം. 2 പോലീസുകാർക്ക് പരിക്ക്. കൊല്ലം ചവറ സ്വദേശികളായ സുരാജ്, വിനീഷ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് ഒറ്റൈനിയിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. കൊല്ലം തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ പോലീസുകാരെ അകലാട് മൂന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിതീവ്ര വംശനാശ ഭീഷണി നേരിടുന്ന CGM ട്രാവൻ കോറിക്കം വിഭാഗത്തിൽപ്പെടുന്ന കുളവെട്ടി മരങ്ങൾക്ക് തണലായി തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ. ലോകത്ത് ആകെയുള്ള കുളവെട്ടി മരങ്ങൾ 400-ൽ താഴെയാണ്. കേരളത്തിൽ കലശമലയിലാണ് അതിൽ ഏറിയ പങ്കും നിലനിൽക്കുന്നത്. 2019-ൽ എളവള്ളി പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന M.K. ആൽഫ്രഡ്, തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ P.V. ആന്റോ എന്നിവർ ചേർന്നാണ് എളവള്ളി കണിയാംതുരുത്തിൽ 40 കുളവെട്ടി മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. കാലാവസ്ഥയും മണ്ണും ചതുപ്പും കുളവെട്ടിക്ക് അനുകൂലമായതിനാൽ മരങ്ങൾ തഴച്ചു വളർന്നു. മുളച്ചുകിട്ടാൻ വളരെ പ്രയാസമുള്ള കുളവെട്ടി വിത്തുകൾ പ്രത്യേക പരിചരണത്തോടെയാണ് മുളപ്പിച്ചെടുത്തത്. 1 വർഷത്തിനു ശേഷം പുതിയ ഭരണസമിതി ചുമതലയെടുത്തതോടെ പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിൽ എളവള്ളിയിൽ കുളവെട്ടി മരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും പ്രത്യേക സോണായി നിലനിർത്തുകയും ചെയ്തു. കൂടാതെ 21 പുതിയ തൈകൾ ബണ്ടരികുകളിൽ നട്ടിരുന്നു. 8 മാസം മുമ്പ് കുളവെട്ടിമരങ്ങൾ സന്ദർശിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കേരളത്തിൽ കുളവെട്ടിമരങ്ങൾ വ്യാപകമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ കുളവെട്ടി മരത്തൈകൾ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ധനസഹായവും പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ട്. കുളവെട്ടിമരത്തിന്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുക്കുന്ന നഴ്സറിയുടെ പ്രവർത്തന ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി അധ്യക്ഷനായി. പ്രൊഫസർ TV ആന്റോ, പ്രശാന്തി ജിജീഷ്, MR രാജു എന്നിവർ സംസാരിച്ചു. വേലൂർ സൗപർണിക ജ്വല്ലറി ഉടമ ഉണ്ണികൃഷ്ണന്റെ പിതാവിന്റെ സ്മരണയ്ക്കായി വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ OP വിഭാഗത്തിലേക്ക് ടെലിവിഷൻ സൗജന്യമായി നൽകി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ S. പാണ്ഡ്യൻ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസിലിന് ടെലിവിഷൻ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 4 ദേശീയ ടൈലറിംഗ് ദിനം. ദേശീയ ടൈലറിംഗ് ദിനത്തിൽ കുന്നംകുളം ചെറുവത്താണി സ്വദേശി ചന്ദ്രബാലന്റെ തയ്യൽ ജോലിക്ക് 5.5 പതിറ്റാണ്ടിന്റെ സമർപ്പണമുണ്ട്. കുന്നംകുളം താഴത്തേപ്പാറ ഭാവന ടാക്കീസിന് മുൻവശം ചെറിയ മുറിയിൽ ഇരുന്നാണ് 76-കാരനായ ചന്ദ്രബാലൻ ജീവിതം തുന്നിയെടുക്കുന്നത്. ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, ബക്രീദ്, പള്ളിപ്പെരുന്നാൾ ഏതാഘോഷങ്ങൾക്കും പുതുവസ്ത്രമണിയണമെങ്കിൽ ചന്ദ്രബാലന്റെ നൂലിഴകളിൽ തയ്ച്ചെടുത്ത ഷർട്ടും പാൻറ്റും വേണം. ഈ കാലയളവ് വരെ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ മാത്രമാണ് തുന്നിയിട്ടുള്ളത്. 11-ാം വയസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൈലറിംഗ് പണിയോട് ഇഷ്ടം തോന്നി. 5 വർഷം കൊണ്ട് സ്വന്തമായി തയ്യൽ ജോലി ചെയ്യാൻ പഠിച്ചു. 1970 മുതൽ സ്വന്തമായി തയ്യൽ കട തുടങ്ങി. സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോമുകളുടെ തിരക്കായിരിക്കും. വർഷങ്ങളുടെ കുതിച്ചുചാട്ടത്തിൽ 1000-ലധികം വിവാഹങ്ങൾക്ക് മണവാളന്റെ ഡ്രസ് തുന്നിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സഹായത്തിനായി 4 പേർ വേറെയുമുണ്ട്. പുതുമ നിറഞ്ഞ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രബാലൻ തുന്നിയാലേ പലർക്കും വസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ തൃപ്തി വരികയുള്ളൂ. പ്രായവ്യത്യാസമില്ലാതെ ആരോട് ചോദിച്ചാലും ബാലന്റെ തുന്നലിന് ആരാധകർ ഏറെയാണ്. കുന്നംകുളം മേഖലയിൽ നിരവധി പേർ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തയ്യൽ അഭ്യസിച്ചിട്ടുമുണ്ട്. മൂത്ത മകൻ ജുബീഷ് പിതാവിന്റെ പാത പിന്തുടരുന്നുണ്ട്. പ്രശസ്ത അഭിനേതാവ് മോഹൻലാലിന്റെ ഷർട്ട് നൽകുവാൻ കഴിഞ്ഞത് കുടുംബത്തിന് അഭിമാനമാണ്.
പുതുമ നഷ്ടപ്പെടാതെ ഷർട്ട്, പാൻറ്റും എന്നിവ തയ്ക്കാൻ യുവാക്കൾ നേരത്തെ ഇദ്ദേഹത്തെ തന്നെ ബുക്ക് ചെയ്യും. ഉപഭോക്താക്കളുടെ വിശ്വസ്തത സ്വന്തമാക്കിയ ഇദ്ദേഹം സാധാരണക്കാർക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ മുതൽ ആധുനിക ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വരെ തയ്ച്ചു നൽകും. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിപ്രസരത്തിലും ചെറുശാലയിൽ ഏത് ദിവസവും കഠിന പ്രയത്നം ചെയ്ത് തുണിയിൽ മാത്രമല്ലാതെ മനസ്സിലെ സ്നേഹവും സമർപ്പണവും നൽകുകയാണ് ചന്ദ്രബാലൻ. അംബികയാണ് സഹധർമ്മിണി. ജുബീഷ്, ജൂന, ജിജോഷ് എന്നിവർ മക്കളും വിമി, അജിതൻ, അശ്വതി എന്നിവർ മരുമക്കളുമാണ്. പൂക്കോട് 2-ാം വാർഡ് പിള്ളക്കാട് UDF വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര റാലി നടത്തി. കോട്ടപ്പടി പിള്ളക്കാട് അഞ്ഞൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധ റാലി ചെയർമാൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ഞൂർ മുതൽ ഉപ്പുതോട് വരെയാണ് റാലി സംഘടിപ്പിച്ചത്. ബൂത്ത് പ്രസിഡന്റ് VS അഷ്ഫാഖ് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ്, നജീബ്, നൌഫൽ, ലുത്ഫി, കോർഡിനേറ്റർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് ഗിരീഷ് സ്വാഗതവും IUML പ്രസിഡന്റ് ഹമീദ് നന്ദിയും പറഞ്ഞു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അനുവദിക്കപ്പെട്ട ഫണ്ട് PWD ഓഫീസിൽ എത്തിയിട്ടുണ്ട് എങ്കിലും അതിന്റെ പ്രവർത്തന എസ്റ്റിമേറ്റുകളോ ഈ റോഡിന്റെ പണി എന്ന് പുനരാരംഭിക്കും എന്നോ പറയാൻ അധികാരി വർഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിള്ളക്കാട് അഞ്ഞൂർ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി UDF നേതൃത്വം മുന്നോട്ടു പോകും എന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചരമം കുന്നംകുളം YMCA റോഡിൽ പുലാക്കൽ പരേതനായ ജോബ് ഭാര്യ ജെസ്സി നിര്യാതയായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് ആർത്താരി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. അഖില, ഗീവർഗീസ് എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.